അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻ ഗോത്ര ഗ്രാമമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട ഇവിടം ഏകദേശം 20 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണുള്ളത്. പഴയകാലം നെല്ല് ഇതേപോലെ തന്നെ അങ്ങ് ഇട്ടാം. ആ നെല്ലിന് തണ്ണി വന്ന് നഷ്ടപ്പെട്ട് പിന്നെ ഇട്ടില്ലങ്ങ 20 വർഷം ഇടാണ്ടിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും നല്ല രീതിയിൽ കൃഷി നടക്കും. വർഷങ്ങളായി തരിശിട്ട് കിടന്ന ഈ പാടശേഖരത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് UNDP പദ്ധതിയിലൂടെ വീണ്ടും കൃഷി ആരംഭിച്ചു. ആ പദ്ധതി അവസാനിച്ചെങ്കിലും കേരള സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ കുടിയിലെ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലുകൾ ആരംഭിച്ചു. കൃഷിയിടത്തിലെ ജൈവ സമ്പത്തിൻ്റെയും സാമ്പത്തിക നേട്ടങ്ങളുടെയും വൈവിധ്യവൽക്കരണം ഉറപ്പാക്കിക്കൊണ്ട് വിവിധ സർക്കാർ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണിത്. നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു കഠിന പ്രയത്നം, അതിനകത്ത് ആദ്യം തുടങ്ങിയെന്ന് വെച്ചാൽ കുമാരസ്വാമി എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് ആദ്യമേ നമ്മുടെ ഇവിടെ കൃഷിക്ക് മനസ്സ് വെക്കുകയും ഇത് തുടങ്ങുകയും ചെയ്തത്. ചേട്ടൻ്റെ ചേച്ചിയുടെയും ഒരു പരിശ്രമം ആദ്യം അങ്ങ് തുടങ്ങി. പിന്നെ ഇവരെല്ലാവരും ചെറുപ്പക്കാരെല്ലാവരും കൂട്ടത്തിൽ കൂടുകയും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വലിയ ചോട്, അത് നമുക്ക് ആന പിടിച്ചാൽ പോരുന്ന സൈസ് പുല്ലല്ലായിരുന്നു. അത് ഇവരെങ്ങനെയാണ് അതങ്ങനെ ശരിയാക്കി നിലവാക്കി ഉഴുതെടുത്തതെന്നുള്ളത് എനിക്കറിയത്തില്ല. അതിലേറ്റവും പിന്നെ ഒരാളെ നമുക്ക് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട്. കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് പാടശേഖര സമിതിയും ജൈവ കൃഷിക്കൂട്ടവും രൂപീകരിച്ച് കർഷകരുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. കാർഷിക ക്ഷേമ കാർഷിക വികസന വകുപ്പ്, സലീം അലി ഫൗണ്ടേഷൻ, കൃഷി വിജ്ഞാൻ കേന്ദ്ര എന്നിവയിലൂടെ വിവിധ പരിശീലനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പാക്കി. നെൽകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറിയും പാടശേഖരത്തിലെ കുളങ്ങളിൽ മീൻ കൃഷിയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സവിശേഷമായ സംയോജിത മാതൃക സൃഷ്ടിച്ചു. UNDP-ക്കാർ വന്നതാണ് ഇത് ആരംഭിച്ചത്. കാട് വിട്ട് പിന്നുണ്ട് അത് മൊത്തം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാട്ടർഷെഡ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി പാടശേഖരത്തിലൂടെ ഒഴുകുന്ന തോടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം ലഭ്യമാക്കി. പാടശേഖരം ചെറുകിട യന്ത്രവൽകൃതമാക്കുന്നതിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മുഖാന്തരം 7 ലക്ഷം രൂപയുടെ വിവിധ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി അവസാന ഘട്ടത്തിലാണ്. പാടശേഖരത്തിൽ വിളഞ്ഞ നെല്ല് കുഞ്ചിപ്പെട്ടി അരി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് പുറത്തിറക്കി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ബ്രാൻഡ് പ്രകാശനം ചെയ്തു. ഹരിത കേരള മിഷൻ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കട്ടമുടിയിലെ നെൽകൃഷി തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നെൽകൃഷി തിരിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈ നെൽക്കണ്ടത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള വരുമാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, സുസ്ഥിര വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പ്രകൃതി രമണീയമായ പ്രാദേശിക ഇടങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഫാം ടൂറിസം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും തരിശ് കിടക്കുന്ന നിലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലും നമ്മൾ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ കൃഷി വകുപ്പുണ്ട്, തൊഴിലുവകുപ്പുണ്ട്, അതുപോലെ ഹരിത കേരള മിഷനുണ്ട്. ബഹുതല സ്പർശിയായ സംയോജിത ഇടപെടലുകളുടെ ഫലമായി ഈ വർഷം 5 ഏക്കറിൽ നിന്നും 15 ഏക്കറിലേക്ക് നെൽകൃഷി വർദ്ധിപ്പിച്ചു.
5 കർഷകർ മാത്രം കൃഷി ചെയ്തിരുന്നിടത്ത് നിന്ന് 20 കർഷകരാണ് ഇപ്രാവശ്യം കൃഷി ഇറക്കിയത്. കാടും കറുങ്കാട് എനിക്ക് കണ്ടളയും തോറത്തോറ ജാണിക്ക് വീട്ടിൽ പോയി ചൊല്ലിടുക കാണിപ്പിക്കാൻ